ഓക്കെ, നമ്മൾ ഇന്ന് 20-ാമത്തെ സെഷനിലാണ്. നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള വിഷയം സ്റ്റെപ്പിംഗ് ഇൻ ടു കറേജ് എന്നാണ്. ധൈര്യത്തിലേക്കുള്ള ചുവട്. ധൈര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം സേഫ്റ്റി ആണല്ലേ. സേഫായിരിക്കുക എന്നുള്ള ഒരവസ്ഥയിൽ നിന്നാണ് നമുക്ക് ധൈര്യം എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്നത്. അപ്പോ ഈ സേഫായിരിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെയുള്ള കുറച്ചു ഫാക്ടേഴ്സ് ആണ് സർവൈവ് ചെയ്യുക, സ്റ്റേബിൾ ആയിരിക്കുക, ഗ്രൗണ്ടിങ് ആയി ഇരിക്കുക എന്നുള്ളത്. അതിജീവിക്കുക, സ്ഥിരതയോടെ നിലനിൽക്കുക. ഗ്രൗണ്ടിങ് മീൻസ് ചുവടുറപ്പിക്കുക എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ കറേജ് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്നത്. ദെൻ ഇതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു കാര്യം എടുത്ത് നോക്കിയാൽ അത് ഫിയർ ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഫിയർ ശരിക്കും നമുക്ക് അറിയാം, ഇഷ്ടം പോലെ ഫിയറുകൾ ഉണ്ടല്ലേ. കുറച്ച് ഫിയറുകൾ പറയാമോ? എക്സാമ്പിൾ, ഫിയർ അബൌട്ട് സംതിങ്, അങ്ങനെ പറയാമോ കുറച്ച് ഫിയറുകൾ? ആരും ഇല്ലേ ഫിയർ പറയാൻ? ഒരു ഫോബിയ എന്നുള്ള ഉദ്ദേശിച്ചാണോ അതോ അല്ലാത്ത ഫിയറോ? ഫോബിയ എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ ഒരു മെഡിസിൻ ഒക്കെ വേണ്ട, അല്ലെങ്കിൽ ഒരു സൈക്കാട്രിക് കണ്ടീഷനിലേക്ക് പോകും. അല്ലാതെ നോർമൽ ലൈഫിൽ നമുക്ക് നമ്മുടെ സാധാരണ ഫിയർ അല്ലേ? യെസ്, ആ, നോർമൽ ലൈഫിലുള്ള ഫിയർ. ഓക്കെ. നോർമൽ ലൈഫിലെ ഫിയർ, അതായത് നമുക്കിപ്പം ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ നമുക്ക് റെപ്രസെന്റ് യെസ്, ചെയ്യാനുള്ള ഫിയർ, അല്ലെ പബ്ലിക് യെസ്, സ്പീക്കിങ്ങിനുള്ള ഒരു ഫിയർ, പിന്നെ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പുതുതായിട്ട് തുടങ്ങുമ്പോൾ അതിന്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ വരുന്നതിന്റെ ഫിയർ, പിന്നെ എന്താ പറയാ, പിന്നെ നമുക്ക് പുതിയതായിട്ട് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം പഠിക്കണം നമുക്ക് ആഗ്രഹം ലോങ് ടൈം ആയിട്ട്, പക്ഷെ അത് നമുക്ക് ചെയ്യണോ ചെയ്യണ്ട എന്നുള്ള, ചെയ്താൽ ഫെയിലർ ആവും എന്നുള്ള ഒരു ഫിയർ. പിന്നെ ഇങ്ങനെ 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 കുറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുള്ളതുണ്ടല്ലോ. എന്തെങ്കിലും പോകുമ്പോഴൊക്കെ നമ്മൾ റൈഡിൽ കയറുമ്പോൾ അത് വീഴുമോ എന്നുള്ള ഫിയർ. അതെ യെസ്, അതെ, അങ്ങനത്തെ ഒക്കെ. യെസ്. ഇനി ആഡ് ചെയ്യാനുണ്ടോ ആർക്കെങ്കിലും പരിചയമുള്ള കുറെ ഫിയറുകൾ? ആനിമൽ ഫിയർ എനിക്കുള്ള ഒരു യെസ്, സംഭവം ആയതുകൊണ്ട് യെസ്. ഒരു പൂച്ചനെ ഭയങ്കര പേടിയാണ്. അങ്ങനത്തെ ഒരു ഇത് തോന്നുന്നു. പിന്നെ മാം ഇപ്പൊ പറഞ്ഞതിൽ ആൾമോസ്റ്റ് എല്ലാ സോഷ്യൽ ഫിയേഴ്സും പെട്ടല്ലോ. ഓക്കെ. ദെൻ അപ്പൊ അങ്ങനെ കുറച്ച് നമുക്ക് ശരിക്കും എണ്ണി പറയാവുന്നതിനപ്പുറം ഉണ്ട് ശരിക്കും ഫിയർ. ഫിയർ ഓഫ് ഫ്യൂച്ചർ ഉണ്ട്, ഫിയർ ഓഫ് പാസ്റ്റ്, അതിലെ റിഗ്രറ്റുകൾ, ആ പാസ്റ്റിലെ ഓരോ ഇഷ്യൂസ് നമ്മൾ ഫിയർ ആയിട്ട് മാറാറുണ്ട്. ഫിയർ ഓഫ് പോവർട്ടി. ഇന്ന് നമ്മുടെ ഒരു എക്കണോമിക് സിസ്റ്റം വലുതായതുകൊണ്ട് നമുക്ക് അങ്ങനെ അധികമില്ല, എങ്കിലും അതൊരു ഭയമാണ്. ഈ പിശുക്ക് പോലുള്ള ക്യാരക്ടറൊക്കെ വരുന്നത് ഫിയർ ഓഫ് പോവർട്ടി, ദാരിദ്ര്യം തീർന്നു പോകുമോ എന്നുള്ള ഒരു ഭയത്തിൽ നിന്നാണ്. ഫിയർ ഓഫ് ഇൽനെസ്, ഹെൽത്ത് കണ്ടീഷൻ മോശമാവും എന്നുള്ള ഭയം. ഫിയർ ഓഫ് ഫെയിലിയർ, ഫിയർ ഓഫ് എക്സാം, ഫിയർ ഓഫ് റിജക്ഷൻ, ഫിയർ ഓഫ് അൺസർട്ടനിറ്റി, ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്. അങ്ങനെ അങ്ങനെ എടുത്ത് നോക്കിയാൽ ഇഷ്ടം പോലെ ഉണ്ട്. ഏതൊരു ആക്ടിവിറ്റിയും ചിലപ്പോൾ ഫിയർ ഉള്ള ആൾക്കാരുണ്ടാവും. ലോൺലിനെസ്, ഒറ്റക്കിരിക്കുന്നത്, സോറി, ഫിയർ ഉള്ളവരുണ്ട്. ഫിയർ ഓഫ് ചേഞ്ച്, മാറ്റം പേടിക്കുന്നവരുണ്ട്. ഏറ്റവും അൾട്ടിമേറ്റ് പറഞ്ഞ ഫിയർ ഓഫ് സക്സസ്, ഞാൻ വിജയിച്ചാൽ എന്താവും എന്ന് പേടിക്കുന്നവരുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാല് ഈ ഫിയർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ആണ് നമ്മുടെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് നമ്മൾ തുടച്ചു നീക്കേണ്ടത്. നമ്മൾ ഗ്രോത്തിലേക്ക് പോകണമെങ്കിൽ ആദ്യം തുടച്ചു നീക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഫിയർ എന്ന് പറയുന്നത്. ഞാൻ ഒരു സ്റ്റോറി പറയാം. ഒരു പാലസ്, ഒരു കൊട്ടാരം. അപ്പൊ അവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാല് അമാവാസി ദിവസം, എല്ലാ മാസത്തിലെയും അമാവാസി ദിവസം ഒരു രാക്ഷസം വരും ആ കൊട്ടാരത്തിലേക്ക്. കൊട്ടാരത്തിന്റെ ആ ഒരു ഗേറ്റിന്റെ മുന്നിൽ ഈ രാക്ഷസം വരും.
കുറെ വർഷങ്ങളായിട്ട് തുടരുന്ന ഒരു പരിപാടിയാണ്. അപ്പം രാജാവും ഈ സൈന്യം അടക്കം എല്ലാവരും അന്നത്തെ ദിവസം നല്ല ഭീതിയിലായിരിക്കും. ഈ രാക്ഷസനെ അവര് വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്: ഭയങ്കര കണ്ടാൽ തന്നെ പേടി വരുന്ന വലിയ നല്ല ഹൈറ്റ് ഒക്കെയുള്ള ഭയങ്കര ശക്തിയുള്ള ഏഹ് അങ്ങനത്തെ ഒരു മാരകമായ ആ, ഉപദ്രവിക്കുന്ന ഒരു രാക്ഷസൻ അവിടെ വരും. അപ്പോ അന്നത്തെ ദിവസം അവിടെ വന്ന് രാക്ഷസൻ ഇങ്ങനെ അലറി വിളിച്ച് വെല്ലുവിളിക്കുമ്പോൾ ഈ സൈന്യത്തിൽ നിന്ന് ഒരു പട്ടാളക്കാരൻ ഏറ്റുമുട്ടാൻ ചെല്ലണം എന്നാണ്. അപ്പോ അങ്ങനെ ഇങ്ങനെ ചെല്ലുമ്പോൾ ഒരു പട്ടാളക്കാരനെ ഇവർ സെലക്ട് ചെയ്ത് വെക്കും. അന്നത്തെ ദിവസം ഗേറ്റിന് പുറത്തേക്ക് വിടും. ഈ രാക്ഷസനുമായിട്ട് കണ്ട് ഏറ്റുമുട്ടി അദ്ദേഹത്തിന് വകവരുത്തും. അപ്പോൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ നടക്കുന്നു. ഈ സൈന്യത്തിൽ ചേരാൻ ആളില്ല. ഈ രാജ്യത്തിന്റെ ശക്തി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടക്ക് ഒരു ദിവസം അയൽ രാജ്യത്തു നിന്നൊരു രാജകുമാരൻ വിരുന്നിന് വന്നതാണ്. ജസ്റ്റ് അവിടെ ഒന്ന് തങ്ങിയിട്ട് അങ്ങനെ പോവാണ്. അപ്പൊ പാലസിൽ ഇങ്ങനെ ആ രാജകുമാരൻ ഇരിക്കുന്ന സമയത്താണ് ഈ അട്ടഹാസം കേൾക്കുന്നത്. അപ്പൊ രാജകുമാരൻ പെട്ടെന്ന് തന്നെ വാളെടുത്ത് ഇറങ്ങാണ്. അപ്പൊ അവിടെയുള്ള രാജാവും സൈന്യവും ഒക്കെ കൂടി പറയാണ്, ഇന്ന് നിങ്ങൾ അങ്ങോട്ട് പോകരുത്, ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്ന് ഈ അയൽ രാജ്യത്തെ രാജകുമാരന് ഇവര് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇദ്ദേഹത്തിന് ഇത് കേട്ടിട്ട് അത്ര ഒരു റീസണബിൾ ആയിട്ട് തോന്നിയില്ല. അദ്ദേഹം കയ്യിൽ വാളുണ്ട്, എനിക്ക് ധൈര്യമുണ്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇറങ്ങി. പലരും പിന്തിരിപ്പിക്കുന്നുണ്ട്, അങ്ങോട്ട് പോകരുത്, ഭയങ്കര ഹൊററാണ്, ടെററാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇദ്ദേഹം അതൊന്നും കേൾക്കാതെ ഗേറ്റിന് വെളിയിൽ ചെന്ന് നോക്കി. അങ്ങനെ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു രാക്ഷസ രൂപം പോലെ തോന്നുന്നുണ്ട്. അടുത്തേക്ക് വരുംതോറും ഇവര് പൊലിപ്പിച്ച ആ ഒരു ഹൈറ്റോ ആ ഒരു സ്ട്രെങ്തോ ഒന്നും ആ രൂപത്തിന് കാണുന്നില്ല. അങ്ങനെ രാജാവ് അടുത്തേക്ക് ചെല്ലുമ്പോൾ ഈ പറഞ്ഞ രൂപം പേടിക്കുകയാണ് ഈ രാജകുമാരന്റെ മുന്നിൽ. അങ്ങനെ രാജകുമാരൻ അവനോട് തിരിച്ച് അങ്ങോട്ട് അട്ടഹസിക്കുകയും ധൈര്യത്തോടെ ചോദിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഇവനെ വകവരുത്തുകയാണ്. അങ്ങനെ തിരിച്ചു വന്നു. അപ്പൊ ആ രാജ്യം ശരിക്കും ഒരു നല്ലൊരു സമൃദ്ധിയിലേക്ക്, അവരുടെ ആ ഒരു ഫിയർ മാറി, അവരുടെ പുരോഗതിയിലേക്ക്, സൈന്യത്തിലേക്ക് ആള് വന്നു എന്ന് അങ്ങനെ ഒരു കഥ അങ്ങനെ പോവുകയാണ്. അപ്പൊ ഞാനിതിവിടെ പറയാൻ കാര്യം, ഈ ഒരു കഥ നമ്മുടെ ഫിയറുമായിട്ട് ഒന്ന് മെറ്റഫറാക്കി നോക്കിയാൽ, ഈ ഇലൂഷനാണ്, ഈ രാക്ഷസൻ എന്ന് പറയുന്ന ആ ഒരു ഇലൂഷനാണ് ശരിക്കും ഫിയർ. അതൊരു നിഴൽ മാത്രമാണ്. മനസ്സിലായില്ലേ? എന്തുകൊണ്ട് അയൽ രാജ്യത്തെ രാജകുമാരൻ വന്നപ്പോ അവിടെ അത് സക്സീഡ് ചെയ്യാൻ പറ്റി, അതിനെ ഓവർകം ചെയ്യാൻ പറ്റി എന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ഈ വക ധാരണകളില്ല. ഇവര് ഇങ്ങനെ വിചാരിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ഇമാജിനേഷൻ സംഭവങ്ങൾ അദ്ദേഹത്തിനില്ല. അദ്ദേഹം വേറൊരു നാട്ടിൽ നിന്ന് വരികയാണ്. ഇവര് അങ്ങനെ അത്രയും ഒരു ഇന്റൻസ് ആയിട്ട് ആ സംഭവത്തെ കണ്ട് അങ്ങനെ മനസ്സിലാക്കി ഉറപ്പിച്ച് വിശ്വസിച്ചത് കൊണ്ട് ഈ രാജ്യക്കാർക്ക്, രാജാവിനും സൈന്യത്തിനും അടക്കം പേടിയാണ്. അപ്പോ മനസ്സിലാക്കാനുള്ള കാര്യം, അതിന് നമ്മൾ എത്രത്തോളം ഈ എന്താ പറയാ, നേരത്തെയുള്ള ആ ഒരു ഇമാജിനേഷൻ അല്ലെങ്കിൽ ഒരു ഇംപ്രിന്റ് വരുത്താതെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ എത്രത്തോളം നമ്മൾ അതിനെ കാണുന്നു, അതനുസരിച്ച് ആ ഒരു ഫിയർ മാറും എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ നേരത്തെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു, ഫോബിയ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയല്ല നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ പറഞ്ഞത് റെഗുലർ ലൈഫിൽ, ഡെയിലി ലൈഫിൽ നമുക്ക് നമ്മുടെ ഹെൽത്ത്, നമ്മുടെ വെൽത്ത്, നമ്മുടെ ഫാമിലി, നമ്മുടെ കരിയർ, ഇങ്ങനെയുള്ള നമ്മൾ ഡെയിലി ഡീൽ ചെയ്യുന്ന നമ്മുടെ മേഖലകളിൽ നമുക്ക് പ്രോഗ്രസ് തടയുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ഫിയർ ആയിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം ഈ ഫിയർ ആണ് നമ്മുടെ ഗ്രോത്തിനെ തടയുന്നത്. ഇപ്പോൾ ചില ഫിയറുകളൊക്കെ നമുക്ക് അറിയാം, ഇന്നർ ചൈൽഡ് ഇഷ്യൂസ് കൊണ്ടുണ്ടായതായിരിക്കാം. പലർക്കും അതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. അത് വിശദമായിട്ട് നമുക്ക് പിന്നീട് ഒരിക്കൽ അങ്ങനെ ഒരു സെഷൻ തന്നെ വെച്ചിട്ട് നമുക്ക് നോക്കാം. ചുരുക്കി പറഞ്ഞാൽ, ഇന്നർ ചൈൽഡ് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 7 വയസ്സൊക്കെ ആകുന്നത് വരെയുള്ള സമയം. ആ സമയത്ത് നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ടു വരുന്ന കുറെ ഇമേജുകളുണ്ട്. അപ്പൊ ആ സമയത്ത് ഏതെങ്കിലും ഒരു വസ്തുവിനോട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിനോട്
ഒക്കെ നമ്മൾ ഒരു നമ്മളെ അന്ന് ആ വളർത്തുന്ന സമയത്ത് ചിലപ്പോൾ പേടിപ്പിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആ ഒരു സറൗണ്ടിങ്സിൽ നിന്ന് നമുക്ക് വന്നിട്ടുണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് തന്നെയുണ്ട്. അതിൽ പോയിട്ട് നമ്മളത് ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് ഹീൽ ചെയ്യേണ്ടി വരും. അതല്ലാത്ത കേസുകളാണ് നമ്മളിവിടെ പറയുന്നത്. അല്ലാത്ത കേസുകളിൽ നമുക്ക് എന്തുകൊണ്ട് ആ ഒരു ഫിയർ വരുന്നു എന്ന് നമ്മൾ ശരിക്കും അനലൈസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിനെ ഓവർകം ചെയ്യാനുള്ള ആ ഒരു ഇന്നർ സ്ട്രെങ്ത് നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചെയ്യേണ്ടത്. ഇപ്പോ ഒരു വീട്ടിൽ ഒരു പ്രശ്നം നടക്കുന്നു, അല്ലെങ്കിൽ ഒരു ഓഫീസിൽ ഒരു ഇഷ്യൂ നടക്കുന്നു. ശരിക്കും ആ ഒരു മാറ്റർ ആയിരിക്കില്ല അവിടെ ആ ഒരു പ്രശ്നത്തിന്റെ ഒരു കാതൽ, അല്ലെങ്കിൽ ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രശ്നത്തിൽ ഡീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത് ക്രിയേറ്റ് ചെയ്ത വ്യക്തിയുടെ ഉള്ളിലുള്ള ഫിയർ ആയി. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ആ ഒരു റൂട്ട് എന്താണ് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു നമുക്ക് ശരിക്കും എന്താ പറയാ, ഇപ്പോ നമ്മൾ ഫിയർ കൊണ്ട് നമ്മൾ അതിൽ മുങ്ങി അങ്ങനെ പോവുകയാണെങ്കിൽ ഫിസിക്കലി പോലും നമ്മളിപ്പോ നമ്മൾ ഓരോ അസുഖവും നമ്മൾ അതിന് കൃത്യമായി ഡയഗ്നോസ് ചെയ്ത് നമ്മൾ മെഡിസിൻ കഴിക്കാറുണ്ട്. ചില കേസുകളിൽ നമ്മൾ പറയല്ലേ, എന്താണ് ഇപ്പോൾ കൃത്യമായി മെഡിസിൻ കഴിച്ചിട്ട് പോലും അത് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് ക്യൂർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന കേസുകളുണ്ട്. അത് ഒരുപക്ഷെ ഈ സേഫ്റ്റിയുമായി, നമ്മൾ സേഫ് അല്ല, നമ്മൾ സെക്യൂർ അല്ല എന്നുള്ള ഒരു തോട്ടുമായിട്ട് കണക്റ്റഡ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ഥിരമായി ഈ സേഫ് അല്ലാത്ത, ഈ സേഫ്റ്റി എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ, ശരിക്കും നമ്മളെ അഡ്രിനാലിൻ ഗ്ലാൻഡ്, അതുപോലെ അങ്ങനെയുള്ള ഗ്ലാൻഡുകൾ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ശരിക്കും ഒരു പ്രശ്നം വന്നാൽ നമ്മൾ അതിനെ ഓവർകം ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് 24 hours into 7 ഇത് ആക്റ്റീവായി കിടന്നാൽ എത്രയായിരിക്കും നമ്മുടെ ബോഡി എടുക്കുന്ന ഒരു ഓവർലോഡ്, പെയിൻ, അതുകൊണ്ടുണ്ടാവുന്ന ഫെറ്റിക്സ് ഒക്കെ എത്രയായിരിക്കും. അപ്പോൾ ഓരോ ഓർഗൻസിനും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് അൺസെക്യൂർ ആണ്, ഇൻസെക്യൂർ ആണ്, സേഫ് അല്ല എന്നുള്ള ഒരു ഫീലിൽ നമ്മൾ ഇരിക്കുമ്പോൾ. ഇപ്പോ നമുക്കറിയാം, നമ്മളൊക്കെ മദർ വോംബിൽ ഉണ്ടായിരുന്ന അമ്മമാരുടെ ഉദരത്തിൽ ഉണ്ടായിരുന്ന ആ സമയം, അതൊന്ന് നമുക്കൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ. നമ്മൾ എത്ര സേഫ് ആണല്ലേ, നമുക്കുള്ള ന്യൂട്രീഷൻ, നമുക്കുള്ള എല്ലാ സാധനങ്ങളും നമുക്കവിടെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നിനും നമ്മൾ ഒരു വേവലാതിയും വേണ്ട. കൃത്യസമയത്ത് എല്ലാം നമുക്ക് കിട്ടുന്നു. നമ്മൾ വളരെ സേഫാണ്, ഹാപ്പിയാണ്, ഒന്നിലും നമ്മൾ വറീഡ് അല്ല. അങ്ങനത്തെ ഒരു സ്റ്റേറ്റിൽ നമ്മൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ദെൻ ആ ഒരു സ്റ്റേറ്റ് നമുക്ക് ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ അറ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരിക്കും. നമ്മൾ ഈ ഭൂമിയെ ആ ഒരു നമ്മൾ ആ ഒരു വലിയ ഒരു ബോംബായിട്ട് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. നമ്മൾ ആ ഒരു ചെറിയ ആ ഒരു ബോംബിൽ നമ്മൾ ഉണ്ടായിരുന്ന സമയം, ആ ചെറിയ സമയം, നമ്മൾ ഈ ഭൂമിയുടെ പുറത്തേക്ക് വന്നതിന് ശേഷവും നമ്മൾ അങ്ങനെ തന്നെ ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് നമ്മളെന്ന് നോക്കിയാൽ നമുക്ക് സേഫ്റ്റി നഷ്ടപ്പെടുമോ? നമ്മൾ വറീഡ് ആവേണ്ട ആവശ്യമുണ്ടോ? അപ്പോ ഞാൻ ഈ പറഞ്ഞു വന്നത്, നമ്മൾ ഈ ഒരു 7 ചക്രാസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അത് ശരിക്കും അത് ബേസിക്കലി നമ്മൾ ആ 7 ചക്രാസ് എന്ന് പറഞ്ഞതിലേക്ക് പോയാൽ നമുക്ക് അത് ഒരു പല ടേംസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതിൽ ആദ്യം വരുന്നത് റൂട്ട് ചക്ര എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതില് ആ റൂട്ട് ചക്ര എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യുന്നത് നമ്മുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ആ ഒരു സേഫ്റ്റി എന്ന് പറയുന്ന, അതായത് കറേജ് എന്ന് പറയുമ്പോൾ നമ്മൾ സേഫ് ആകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു എക്സ്പ്രഷനാണ്, അല്ലെ പുറത്തേക്ക് കാണുന്ന ഒരു ആക്ടിവിറ്റിയാണ് നമ്മുടെ ആ ഒരു
ധൈര്യം എന്ന് പറയുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ സേഫ് ആവുക എന്നുള്ളൊരു ഫീല് നമുക്ക് എപ്പോഴും നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. അതല്ലെങ്കിൽ ഫിസിക്കലി മെന്റലി ഒക്കെ നമ്മൾ ഈ ഒരു ബുദ്ധിമുട്ട് നമ്മൾ എപ്പോഴും നേരിട്ടുകൊണ്ടേയിരിക്കണം. നമുക്ക് അതിനങ്ങോട്ടുള്ള ആ ഒരു ലക്ഷ്യം നേടുന്നതിന് തടസ്സമായി ഈവൻ നമ്മുടെ പർപ്പസ് പോലും നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് എന്താണ് ഒരു ഗോൾ സെറ്റ് ചെയ്യണമെങ്കിൽ ആ ഗോൾ എന്തായിരിക്കണമെന്ന് അറിയണ്ടേ. അപ്പോ പല വ്യക്തികളും പറയാറുണ്ട് ഇങ്ങനെ, നമുക്ക് എന്തിലേക്ക് തിരിയണമെന്ന് അറിയില്ല, എന്താണ് എന്റെ പർപ്പസ് എന്ന് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ പിന്നീട് വരുന്ന കേസാണ്. ആദ്യം ആളിവിടെ സേഫാണ്, ഈ ഭൂമിയിൽ ഒരു യൂണിവേഴ്സൽ സിറ്റിസൺ ആയിട്ട് ഈ ഇത്രയധികം സംവിധാനങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ക്രിയേറ്ററിന്റെ ഒരു ക്രിയേഷൻ ആണ് ഞാൻ എന്നുള്ള ആ ഒരു കോൺഫിഡൻസോട് കൂടി, അപ്പൊ ഞാനൊരു ക്രിയേഷൻ ആയിട്ട് ഇവിടെ വന്നെങ്കിൽ എനിക്കുള്ള എയർ അത് ആർക്കാണ് തടയാൻ പറ്റുക, എനിക്കുള്ള ഓരോ കാര്യങ്ങളും അത് ആർക്കാണ് തടയാൻ പറ്റുക എന്നുള്ള രീതിയിൽ നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്ത് ആ ഒരു സേഫ്റ്റിയിൽ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ വളരെ എളുപ്പമാവും. ഓക്കെ, അതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കറേജ് എന്ന് പറയുന്നത്. സെൽഫ് ട്രാൻസ്ഫോർമേഷനുമായി ബന്ധപ്പെട്ട കറേജ് ആണ്, അല്ലാതെ മറ്റുള്ള രീതിയിൽ വിവരിക്കുന്ന കറേജുകളല്ല നമ്മൾ ഇവിടെ എടുക്കുന്നത്. നമുക്ക് നമ്മുടെ ഹെൽത്ത് ഓക്കെ ആയിരിക്കണം. അതിന് നമുക്ക് എന്തെല്ലാം, ഇപ്പൊ പറഞ്ഞ പോലെ നമ്മൾ എർത്തിനോട് ഏറ്റവും കൂടുതൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സേഫ്റ്റി ഫീൽ കിട്ടും. നമ്മൾ ഇപ്പോ പുല്ലിൽ ചവിട്ടുന്ന സമയത്ത് ശരിക്കും നമ്മുടെ ആ ഒരു കാല് ഈ എർത്തിനോട് കണക്റ്റഡ് ആവുകയാണ്, ശരിക്കും എനർജി ഫ്ലോ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ റൂട്ട് ചക്ര എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൽ കൊടുക്കുന്ന മെഡിറ്റേഷനിലൊക്കെ വരുന്നത് ഈ ഭൂമിയിൽ നിന്ന് എനർജി നമ്മുടെ കാലുകളിലൂടെ നമ്മിലേക്ക് വരുന്ന രീതിയിൽ ഒരു സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള മെഡിറ്റേഷൻസ് ആണ് റൂട്ട് ചക്ര സംഭവങ്ങളിൽ വരുന്നത്. അപ്പോൾ നമ്മൾ അതുപോലെയുള്ള കാര്യങ്ങളുമായി നമ്മൾ കൂടുതൽ കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു സേഫ്റ്റി എന്നുള്ള ആ ഒരു കോൺഷ്യസ്നെസ്, ഞാൻ സേഫാണ്, ഞാൻ സെക്യൂർ ആണ്, ഞാൻ സർവൈവ് ചെയ്യും എന്നുള്ള, ഞാൻ ഗ്രൗണ്ടഡ് ആണ് എന്നുള്ള ഒരു ഫീല് നമുക്ക് വരും. അപ്പോൾ അത് നമ്മുടെ മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും ഏറ്റവും അത്യാവശ്യമാണ്. ഓക്കെ, ഇനി ഈ വിഷയത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ അതുകൂടി കേട്ടിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കുറഞ്ഞ സമയം നമുക്ക് ഉണ്ടാവും, അതുകൊണ്ടാണ് ലാസ്റ്റ് ധൃതിയിൽ വൈൻഡപ്പ് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. അൺമ്യൂട്ട് ചെയ്ത് ഹലോ. ഈ ഫിയറിനൊക്കെ ഓവർകം ചെയ്യാൻ മെഡിറ്റേഷൻ തന്നെയാണോ പ്രാക്ടീസ് ചെയ്യേണ്ടത്? മെഡിറ്റേഷൻ എല്ലാം പോലെ തന്നെ ഒരു ടൂളായിട്ട് യൂസ് ചെയ്യാം. എല്ലാത്തിലും നമ്മൾ മെഡിറ്റേഷൻ യൂസ് ചെയ്യല്ലോ. ഇപ്പൊ മണി ബ്ലോക്കിന് നമ്മൾ മെഡിറ്റേഷൻ യൂസ് ചെയ്യും, ഹെൽത്തിന് യൂസ് ചെയ്യും എന്ന് പറഞ്ഞ പോലെ സേഫ് ആകാൻ അതിനുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്, നമ്മൾ ഗ്രൗണ്ടഡ് ആവാനുള്ള മെഡിറ്റേഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഫീലില്ലേ, ആ ഒരു നേച്ചറിൽ നമ്മളൊരു കുട്ടിയായിട്ട്, വോമ്പിൽ നമ്മളൊരു കുട്ടിയായി കിടന്ന ആ ഒരു ഫീലില് നേച്ചറിൽ നമ്മളായി തീരാനുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്. ഓരോ ഫിയറിന് ഓരോ ടൈപ്പ് മെഡിറ്റേഷൻസ് ഓരോ ഇതായിരിക്കും അല്ലേ? ഓരോ ഫിയറിന് വേണമെന്നില്ല, നമ്മളത് ഐഡന്റിഫൈ ചെയ്യാം. ഇപ്പോ ഫിയർ നമ്മൾ കൂടുതലും ആദ്യം നമ്മൾ ആ പറഞ്ഞ സ്റ്റോറിയിലെ പോലെ ഫെമിലിയർ ആവാത്തത് കൊണ്ടാണ് പലതും ഫിയർ ആയിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ഒരു ഭാഗത്ത് ചെയ്യണം, നമ്മൾ അതിനോട് കൂടുതൽ ഫെമിലിയർ ആവണം. ഇപ്പം എന്താ പറയാ, സ്വിമ്മിങ് പേടിയുള്ളവരാണെങ്കിൽ അതിനോട് നമ്മൾ കോൺഷ്യസ്ലി അതിനോട് നമ്മൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അതുപോലെ ഇപ്പൊ നമുക്ക്
നൈറ്റ് രാത്രി പേടിയുള്ളവരുണ്ടെങ്കിൽ അതിനെ കോൺഷ്യസ്ലി അതിലേക്ക് ഇറങ്ങുക, അതിനോട് ഫെമിലിയർ ആവുക എന്നുള്ള ഒരു രീതിയാണ് ചെയ്യേണ്ടത്. ഓക്കെ. സ്റ്റോറി പറഞ്ഞപ്പോ എനിക്ക് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചൊരു സ്റ്റോറി ഓർമ്മ വന്നു. ഒരു മുയല് ഒരു രാജാവ് ലയണ് എന്നും ഓരോ മൃഗങ്ങളെ കഴിക്കും. അങ്ങനെ ആ കാട്ടില് ലാസ്റ്റ് മുയലിന്റെ ചാൻസ് എത്തിയപ്പോ മുയലിനെ കൊണ്ടുപോയിട്ട് വെള്ളത്തില് സ്വന്തം മിറർ കാണിച്ചു കൊടുക്കുമല്ലോ ആ ഇതിന്, എന്നുവെച്ചാൽ ധൈര്യപൂർവ്വം ഒരു ആക്ഷൻ എടുത്തു. ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, ഞാനൊക്കെ കേട്ടിട്ടുണ്ട്. ആ ഒരു സ്റ്റോറി ഓർമ്മ വന്നു. ആക്ഷൻ എടുക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലെ അവിടെ ഇതിനുള്ള മാർഗം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നല്ലൊരു ഫിയർ ബ്രേക്കിംഗ് തന്നെയായിരുന്നു. യെസ്, ബെസി മാം, റീക്യാപ്പ് ആൻഡ് ഫീഡ്ബാക്ക്. Good evening, all. Today's topic is stepping into courage. Actually, start ചെയ്തത് കറേജ് എന്ന് നമ്മൾ പറയുന്നത് ബി സേഫ്, ബി സർവൈവ്ഡ്, ബി സ്റ്റേബിൾ, ബി ഗ്രൗണ്ടഡ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ കറേജ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെന്ന് വെച്ചാൽ പലതരത്തിലുള്ള ഫിയർ നമ്മളുടെ ലൈഫിലുണ്ട്. അതായത് ഈ കറേജ് എന്ന കാര്യം നമ്മൾക്ക് എപ്പോഴാണ് നമ്മൾക്ക് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഫിയർ മുഴുവനായിട്ട് പോയിട്ടല്ല, ഫിയറിന്റെ കൂടെ നമ്മൾ മൂവ് ചെയ്യുമ്പോഴാണ്, എന്താണോ നമ്മൾ ഭയന്നിരിക്കുന്നത് അത് നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കും പറയാൻ നമ്മൾ കറേജിയസ് ആവുന്നത്. അല്ലാതെ നമ്മൾക്കിപ്പം ഏതെങ്കിലും ഒരു കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ ഓവർകം ചെയ്യാതെ പേടിച്ചിരിക്കുമ്പോൾ അത് ശരിക്കും ഒരു പേടിയായി തന്നെ അങ്ങനെ കിടക്കും. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിയറിനെ പറ്റി പറഞ്ഞു. ഫിയർ ഓഫ് പോവർട്ടി, ഫിയർ ഓഫ് പാസ്റ്റ്, ഫിയർ ഓഫ് ഫെയിലിയർ, ഫിയർ ഓഫ് എക്സാം, ഫിയർ ഓഫ് ഡെത്ത്, ഫിയർ ഓഫ് അൺസർട്ടനിറ്റി, ഫിയർ ഓഫ് ലോൺ, ഇങ്ങനെ കുറേ ഫിയേഴ്സ് നമ്മുടെ ലൈഫിലുണ്ട്. ഇത് എല്ലാവർക്കും ഉള്ള ഒരു എന്താ പറയാ ഒരു കാര്യമാണ്. അതിനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. മാറ്റി നിർത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ ഒരിക്കലും അത് നടക്കുന്ന കാര്യമല്ല. അതായത് ഇതിന്റെ ഇങ്ങനെ നമ്മൾ ഈ ഫിയറിനെ മാത്രം നമ്മൾ ഓർത്തിരുന്നാല് അതിന്റെ അൾട്ടിമേറ്റ് എന്താ എന്ന് പറയുന്നത്, അൾട്ടിമേറ്റ് ഓഫ് ഫിയർ ഈസ് സക്സസ് നമ്മൾ പറയും. പക്ഷെ നമ്മൾ ഫിയർ എപ്പോഴും കൂടെ കൊണ്ട് നടന്നാൽ ഈ സക്സസ് ആവാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഫിയർ പോയിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ അത് സാധിക്കുന്ന കാര്യമില്ല. അപ്പൊ ഫിയറിനോടൊപ്പം തന്നെ നമ്മൾ ആ ഫിയറോട് കൂടി തന്നെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക. അതാണ് സാറ് അതിനൊരു സ്റ്റോറി പറഞ്ഞത് ഓർക്കുന്നു. അതായത് ഒരു ഫുൾ മൂൺ ഡേയുടെ അന്ന് ഒരു എന്താ പറയാ ഒരു രാജാവ്, ഒരു രാജ്യത്ത് രാജാവ് ഉണ്ടായിരുന്നു. ഞാൻ മുഴുവൻ പറയുന്നില്ല. ഫുൾ മൂൺ ഡേയുടെ അന്ന് ഒരു മോൺസ്റ്റർ വന്നിങ്ങനെ എപ്പോഴും അവരെല്ലാം ഇത് എന്താ പറയാ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്നു. അവർക്കെല്ലാം ഭയമായിരുന്നു പുറത്തിറങ്ങാൻ. ആ ഒരു ടൈമിൽ എന്താ പറ്റിയെന്ന് വെച്ചാൽ വേറൊരു സ്ഥലത്ത് നിന്നുള്ള ഒരു പ്രിൻസ്, നെയ്ബറിംഗ് ടെറിട്ടറി എന്നുള്ള ഒരു പ്രിൻസ് വരേണ്ടി വന്നു. പ്രിൻസ് വന്നിട്ട് എന്താ ചെയ്തത്, പ്രിൻസിനെ എല്ലാവരും ആദ്യം ഡിസ്കറേജ് ചെയ്തു, മോൺസ്റ്റർ അങ്ങനെ ചെയ്യും ഇങ്ങനെ. പക്ഷേ പ്രിൻസ് ഹി വാസ് വെരി കോൺഫിഡന്റ് ഓഫ് ഹിസ് വർക്ക്. അയക്കറിയായിരുന്നു അവിടെ ഒന്നും ഇല്ല, അതൊരു ഇല്യൂഷൻ ആണെന്നുള്ളത് അയക്ക് മനസ്സിലായി. ശരിക്കും പറയാൻ അയാൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ടാണ് എന്താ പറയാ അവിടെ നിന്ന് അത് ഓവർകം ചെയ്തത്. അപ്പൊ എന്ത് ചെയ്ത് ആ മോൺസ്റ്ററിനെ എന്നേക്കുമായിട്ട് അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്തു. അപ്പൊ എന്താ ആ നാട്ടിലുള്ളവരെല്ലാം വളരെ സന്തോഷമായി, ഹാപ്പിയായി. ഇത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് യാതൊരു പ്രെജുഡ്യൂസും ഇല്ലാതെ നമ്മൾ ഭയത്തിനെ നമ്മൾ ഓവർകം ചെയ്യണമെന്നുള്ളതാണ്. അതായത് ഫിയർ റിമൂവ്സ് വെൻ വി ബിക്കം റിയലിസ്റ്റിക്. നമ്മളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഭയം നമ്മളിൽ നിന്ന് മാറിപ്പോകും. പിന്നെ നമ്മൾ എപ്പോഴും ഭയത്തോടു കൂടി ഇരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഗ്രോത്തിനെ ഒരുപാട് അഫക്റ്റ് ചെയ്യും. Of course, fear prevents our growth, inner growth, and എന്താ പറയാ ഔട്ട്വേർഡ് ആയാലും ഇൻവേർഡ് ആയാലും നമ്മുടെ ഗ്രോത്തിന് അത് വളരെ ബുദ്ധിമുട്ട്. ഔട്ട്വേർഡ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഫിസിക്കൽ ബോഡിയിലെ അല്ലാതെ നമ്മൾ കാണുന്ന ഡെയിലി ലൈഫിലുള്ള നമ്മുടെ ആക്ടിവിറ്റീസിന്റെ ഒക്കെ എല്ലാത്തിനും അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് ഈ ഫിയർ എന്ന് പറഞ്ഞാൽ സർ പറഞ്ഞൊരു ഇന്നർ ചൈൽഡ് നമ്മുടെ ഉള്ളിലുണ്ട്. ഏകദേശം ഒരു 7 years വരെ നമ്മൾ എന്താണോ ആ ചൈൽഡിന് കിട്ടുന്നത്, എന്താണോ ആ ചൈൽഡ് അക്യൂർ ചെയ്യുന്നത്, അതൊരു ഹാബിറ്റായി മാറും. അത് ഫിയർ ആയാലും സക്സസിനെ പറ്റിയുള്ളതായാലും ഫ്യൂച്ചറിനെ പറ്റിയുള്ളതായാലും എന്ത് തന്നെയായാലും ആ ഒരു ഗോൾ സെറ്റിംഗ് ആയാലും ഇതൊക്കെ ആ കുട്ടിയെ അഫക്റ്റ് ചെയ്യും. അപ്പൊ അതെന്ന് വെച്ചാൽ അത് നമ്മൾ ക്ലിയർ ആക്കി പോകണം. ഇങ്ങനെയൊക്കെയുള്ള ചില ഫിയേഴ്സ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്തെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റൂ. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതായത് നമ്മുടെ ഫിയറിനെ പറ്റി നമ്മൾ അനലൈസ് ചെയ്യണം. വാട്ട് ഇസ് ദ കോസ് ഓഫ് ദിസ് ഫിയർ, ഹൗ ക്യാൻ ഐ ഓവർകം ഇറ്റ്. അപ്പൊ അത് നമ്മൾക്ക് എന്താ കിട്ടുന്നത്, അത് നമ്മളുടെ ഇന്നർ സ്ട്രെങ്ത് കൂട്ടാൻ
നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇന്നർ സ്ട്രെങ്ത് അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന്റെ റൂട്ട് കോസ് കണ്ടുപിടിക്കണം. എവിടെ നിന്നാണ് എനിക്ക് ഈ ഭയം കിട്ടിയത്? ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഹാപ്പി ഹോർമോൺസ് ഉണ്ട്, അതായത് ഡോപ്പമിന്, സെറാട്ടോണിൻ. അപ്പൊ ഹാപ്പി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ നമ്മൾ ഇൻവോൾവ് ആകുമ്പോൾ തന്നെ നമുക്ക് ഈ ഫിയർ എന്ന് പറഞ്ഞൊരു കാര്യം വരത്തില്ല. നമ്മൾ എന്താ പറയാ, അലസമായിട്ടും വെറുതെയൊക്കെ ഇരിക്കുമ്പോഴാണ് നമുക്ക് തോട്ട്സ് വരും. തോട്ട്സ്, അത് ഇമോഷൻസ്, തോട്ട്സ് ആക്ഷൻസ് ഒക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം മാക്സിമം നമ്മൾ നല്ല നല്ല കാര്യങ്ങളിലേക്ക് നമ്മൾ ആക്റ്റീവായിട്ട് നിന്നിട്ട് ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ അടുത്ത ഒരു കാര്യം പറഞ്ഞത്, നമ്മളെല്ലാം എന്താ പറയാ, നമ്മളുടെ അമ്മയുടെ വയറ്റിൽ, അത് മദേഴ്സ് ഹോമിൽ കിടക്കുന്ന സമയം നമുക്ക് ഒരു സേഫ്റ്റി ഉണ്ടായിരുന്നു, പ്രൊട്ടക്ഷൻ ഉണ്ട്. വി നറിഷസ് ഫ്രം ഇറ്റ്. എല്ലാം അമ്മയ്ക്ക് എന്തെല്ലാം കിട്ടുന്നോ, അമ്മയ്ക്ക് എന്തെല്ലാം കാര്യങ്ങൾ അമ്മയിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു, അതായത് ഒരു സേഫ്റ്റി പീരീഡ് ആണ് അമ്മയുടെ നമ്മൾ കിടക്കുന്ന കാലം, അതായത് പ്രഗ്നൻസി ടൈം ഒരു ലേഡിയുടെ. അപ്പൊ ആ കുഞ്ഞിന് എല്ലാം അമ്മയിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. ഇതേ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾക്ക്, ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ബിലീഫ് നമുക്ക് വേണം. അവർ മദർ എർത്ത്, ഷീസ് അവർ എന്താ പറയാ, ഓൾ ഇൻ ഓൾ. ഷീസ്, അതായത് നമ്മുടെ യൂണിവേഴ്സുമായിട്ട് അത് കണക്റ്റഡ് ആണ്. അപ്പൊ ഈ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈ മദർ എർത്ത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ള ഒരു നല്ല ബിലീഫ്, നമുക്ക് ഒരു ബിലീഫ് സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതൊരു വളരെ നല്ലൊരു കാര്യമാണ് നമ്മുടെ ഗ്രോത്തിന്. പിന്നെ ഇതിന് ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ചക്ര മെഡിറ്റേഷൻ, 7 ചക്രാസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് റൂട്ട് ചക്രയാണ്. അതാണ് നമ്മുടെ ഡീൽസ് വിത്ത് അവർ സേഫ്റ്റി, ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾക്ക് നമ്മളെ ഡെവലപ്മെന്റിനൊക്കെ സഹായിക്കുന്ന നമ്മുടെ റൂട്ട് ചക്രയാണ്. പിന്നെ എന്താ പറയാ, നമ്മളെപ്പോഴും സേഫ് ആണെന്നൊരു ബിലീഫ് നമുക്ക് വേണം. ബിലീഫ് സിസ്റ്റം ആണല്ലോ എല്ലാം നമുക്ക്. അപ്പം സോ ഐ എം സേഫ് ഹിയർ, നോ ഐ എം. അപ്പൊ ആ ഒരു ഗോൾ സെറ്റിങ്ങിൽ പോലും നമുക്ക് ആ ഒരു വിശ്വാസം വേണം. നമ്മളിപ്പോ ഒരു ഗോൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ വി ഷുഡ് ബി അവെയർ ഓഫ് ദ പേർപ്പസ് ഓഫ് ദ ഗോൾ. ഞാൻ എന്തിനാണോ ഈ ഗോൾ സെറ്റ് ചെയ്തേക്കുന്നത്, ആ ഗോള് എനിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൽ എനിക്കൊരു വിശ്വാസം വേണം, ഒരു ബിലീഫ് വേണം. പിന്നെന്താ പറയാ, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ ഐ എം എന്താ ഞാനൊരു ഏറ്റവും വലിയൊരു ക്രിയേഷനാണ്, ഈ യൂണിവേഴ്സിലെ ഏറ്റവും വലിയൊരു ക്രിയേഷനാണ് ഞാൻ എന്നുള്ള ആ ഒരു ബോധ്യം എനിക്ക് വേണം. ഗ്രേറ്റ് ക്രിയേറ്ററായ യൂണിവേഴ്സ് എൻ്റെ മദറാണ്, ഞാൻ അതിൽ വളരെ സേഫ് ആണെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പൊ അതിന് നമ്മൾ ചെയ്യാമെങ്കിൽ അങ്ങനെ നമ്മുടെ മൈൻഡ് സെറ്റ് ഡിഫറെന്റ് ആവും. നമുക്ക് എന്താ പറയാ, നല്ല കോൺഫിഡന്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിവിടെ ആക്ച്വലി കറേജ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് സെൽഫ് ട്രാൻസ്ഫോർമേഷൻ ആണ്. അത് സാർ പറഞ്ഞു. പിന്നെ റൂട്ട് ചക്ര മെഡിറ്റേഷന്, ഇതൊക്കെ നമുക്ക് നമ്മുടെ ലൈഫിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ട്രാൻസ്ഫോർമേഷന് അതിൽ പറഞ്ഞല്ലോ, എനർജി ഫ്ലോ ഉണ്ടാവും. നമ്മൾ ബെയർ ഫുട്ടഡ് ആയിട്ട് നമ്മളിപ്പോൾ ഒരു ഗ്രാസ് ലാൻഡിലോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൗണ്ടിലോ ഒക്കെ നടക്കുമ്പോൾ, അപ്പൊ അതാണ്. എന്നിട്ട് നമ്മൾക്ക് ഈ മെഡിറ്റേഷൻ കൂടാതെ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ബിലീഫ് സിസ്റ്റം നമ്മൾ എപ്പോഴും സ്ട്രോങ് ആക്കണം. ഐ എം സേഫ്, ഐ വിൽ സർവൈവ്, ഐ എം ഗ്രൗണ്ടഡ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഇത് പറയുമ്പം എനിക്കൊരു കാര്യം ഓർമ്മ, നെൽസൺ മണ്ടേല പറഞ്ഞു, കറേജ് ഈസ് നോട്ട് എ ആബ്സെൻസ് ഓഫ് ഫിയർ ബട്ട് എ ട്രയംഫ് ഓവർ ഇറ്റ്. അതായത് ഈ ധൈര്യം എന്ന് പറയുന്നത് നമ്മൾ ഫിയർ ഇല്ലാത്ത ഒരു അവസ്ഥയല്ല, പക്ഷെ അതിനെ അതിജീവിക്കുന്നതാണ്. ആ ഫിയറിനെ നമ്മൾ അതിജീവിക്കുന്നതാണ് നമുക്ക് എന്താ പറയാ, കറേജ് എന്ന് പറയുന്നത്. അപ്പൊ ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് നമുക്ക് എന്താ പറയാ, ഫിയർ മാറിയിട്ട് ഞാൻ ഇന്ന് ചെയ്യാന്ന് വിചാരിക്കും. ആ ഫിയറിനോടുകൂടി യു ഹാവ് ടു വോക്ക് വിത്ത് ഇറ്റ്. ആ ഫിയറിനോട് കൂടെ നമ്മൾ സഞ്ചരിക്കണം. അതെപ്പോഴും നമ്മൾ എപ്പോഴും അത് ഓർക്കേണ്ട കാര്യമാണ്. അതായത് സ്റ്റെപ്പിംഗ് ഇൻ ടു കറേജ് മീൻസ് ചൂസിങ് ടു ആക്ട് ഈവൻ വെൻ വി ആർ സ്കെയർഡ്. നമ്മൾ എന്താണോ ഭയക്കുന്നത്, ആ ഭയക്കുന്നത് നമ്മൾ ചെയ്യാൻ നോക്കുക. അത് എന്താ പറയുക, ഇറ്റ്സ് നോട്ട് അബൌട്ട് ഫിയർലെസ്, ഇറ്റ്സ് അബൌട്ട് മൂവിങ് ഫോർവേഡ് വിത്ത് ദ ഫിയർ. നമ്മൾ ഈ ഭയത്തോടു കൂടി തന്നെ നമ്മൾ അതിനോടുകൂടി സഞ്ചരിക്കുക എന്ന് നമുക്ക് പറയാം. ശരിക്കും മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ വാക്ക് വിത്ത്, സഞ്ചരിക്കുക. ഇംഗ്ലീഷ് നമ്മൾ പറയുന്നത് വാക്ക് വിത്ത് ഇറ്റ്. അത് അപ്പം നമ്മൾ കോൺഫിഡന്റ് ആവും, നമ്മൾ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യുകയും ചെയ്യുന്നത് ഇങ്ങനെ ആവുകയാണ്. അപ്പം നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ, ലാസ്റ്റ് സാർ പറഞ്ഞു നിർത്തിയത് ഇങ്ങനെ, ഐ എം സേഫ്, ഐ സർവൈവ്, ഐ എം ഗ്രൗണ്ടഡ്. ഈ ഒരു ഫീലിംഗ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. താങ്ക് യു സർ. ഇറ്റ് വാസ് എ വണ്ടർഫുൾ സെഷൻ. സോ റിയലി അപ്രീഷിയേറ്റ് യു. ഓക്കെ, താങ്ക് യു. ഒരുപാട് നമുക്ക് ഓരോ ടോപ്പിക്കുകളും ഓരോന്നും എടുത്ത് നമുക്ക് പറയാനാണെങ്കിൽ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഇതിപ്പോ ഒരു നട്ട്ഷെൽ പോലെ ഒന്ന് പറഞ്ഞ കാര്യങ്ങളൊന്ന് പറയുന്നേ ഉള്ളൂ. ഓക്കെ, ബട്ട് ഇറ്റ്സ് ഗ്രേറ്റ്.
ഓക്കെ സർ, താങ്ക് യു. താങ്ക് യു ബെസ്സി മാം. ബെസ്സി മാം റീക്യാപ്പ് ചെയ്യുമ്പോൾ അത് ഒന്നുകൂടെ ക്ലിയർ ആവും. ദെൻ ഇനി ഫീഡ്ബാക്ക് പറയൂ. ആരാണ്? അനസ് സാറിന്റെ ക്ലാസ്സും ബെസ്സി മാമിന്റെ ഫീഡ്ബാക്കും കൂടി ആകുമ്പോൾ അതൊരു എന്താ പറയാ കംപ്ലീഷൻ സൂപ്പർ നല്ലൊരു കോമ്പിനേഷൻ ആണ്. നന്നായിട്ടുണ്ട്. അപ്പൊ ഒന്നും കൂടി നമുക്ക് ആ റീക്യാപ്പ് ചെയ്യുമ്പോൾ ശരിക്കും നല്ലൊരു ഇത് കിട്ടാണ്. പിന്നെ അനസ് ഗ്രൂപ്പിൽ ചോദിച്ചിരുന്നല്ലോ നമുക്ക് ഇനി എന്ത് സെഷൻസിലാണ് ടോപ്പിക്സ്. ശരിക്കും ഈ ടോപ്പിക്സ് ഒക്കെ തന്നെ ഇപ്പൊ സാർ ഇങ്ങനെ പറയുന്നുണ്ടല്ലേ, അത് വാസ്റ്റ് ആയിട്ടല്ല. അപ്പൊ ശരിക്കും അതിൽ തന്നെ നമുക്ക് കോമൺലി കാണുന്ന കാര്യങ്ങളിൽ വാസ്റ്റ് ആയിട്ട് പോവാണെങ്കിൽ ഒന്നും കൂടി ഹെൽപ്ഫുൾ ആവും എന്നുള്ളൊരു സജഷനും കൂടി ഉണ്ട്. എനിവേ നല്ലൊരു സെഷൻ ആയിരുന്നു. ഫിയർ ബ്രേക്കിംഗ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സമീറ മാം. നമുക്ക് ഓരോ സബ്ജക്റ്റും നമ്മൾ അതിൻ്റെ ഒരു ബേസിക് മാത്രം പറഞ്ഞു പോവാണ്. ഇനി അതിൽ എന്താണ് ആവശ്യമെന്ന് ചോദിച്ചിട്ട് ആരും സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഇനി ആരാണ് ഫീഡ്ബാക്ക് പറയാനുണ്ടോ? യെസ്, വളരെ ബ്യൂട്ടിഫുൾ സെഷൻ ആയിരുന്നു കേട്ടോ. വളരെ നക്ഷൽ തന്നെ പറയാം അതിനെ. എല്ലാത്തിനെയും ഒരു ഫ്രെയിം വർക്കിൽ ഇട്ട് നമുക്കൊരു തോട്ട് തന്നു, അവയർനെസ് കിട്ടി. മാമിന്റെ റീക്യാപ്പും കൂടെ ആയപ്പോ അതിന്റെ ഒരു ബ്യൂട്ടിഫുൾ കംപ്ലീഷൻ, നല്ലൊരു അവയർനെസ് ആയിരുന്നു ഇത് ഫുൾ ത്രൂ ഔട്ട്. നമുക്ക് ഹിൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളാണ് വർക്ക് ചെയ്യേണ്ടത്. ഇനി കൂടുതൽ എവിടെയാണ് വേണ്ടതെന്നുള്ളത് നമ്മളായിട്ട് കണ്ടുപിടിച്ചിട്ട് അത് അനുസരണ അടുത്ത് റിക്വസ്റ്റ് കൊടുക്കുക. അപ്പൊ ഡീറ്റെയിൽസ് ആയിട്ട് കിട്ടും എന്നുള്ളതാണ്. ഇത് തന്നെയാണ്. കാരണം എല്ലാവർക്കും സമയം കുറവാണല്ലോ. പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ കിട്ടി. ഇങ്ങനെ സംഭവം ഉണ്ട്. നമുക്ക് റൂട്ട് ചക്രാസിൽ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഒരു ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ പണിയെടുക്കാനുണ്ട് എന്നുള്ള അവയർനെസ് കിട്ടിയല്ലോ. ഇനി അവിടെയാണ് ആ ഒരു ഫീലിംഗ്, ആ ഒരു ഭാഗത്താണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ളത്. നമ്മൾ ഓരോരുത്തർക്കും കണ്ടുപിടിക്കുക, വർക്ക് ചെയ്യുക, അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുക. നമുക്ക് കൂടുതൽ ഹെൽപ്പ് വേണമെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ ചോദിക്കാമല്ലോ. അപ്പൊ അതിന് അനുബന്ധിച്ചുള്ള സെഷനും കിട്ടും എന്നുള്ള സന്തോഷത്തിലാണുള്ളത്. ആദ്യമായിട്ടാണ് ലൈവിൽ ഫുള്ളായിട്ട് പങ്കെടുക്കുന്നത്. ഒരുപാട് സന്തോഷം. ബെസ്സി മാം ബ്യൂട്ടിഫുൾ. ആൻസർ ഒരു രക്ഷയില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഷെരീഫ മാം. ഷെരീഫ മാം ആദ്യമായിട്ടാണ് ലൈവിൽ വരുന്നത്. സോ താങ്ക് യു സോ മച്ച്. നമുക്ക് സാർ ഒരു സെക്കൻഡ്, നമുക്കിപ്പോ ഇതൊരു കൺക്ലൂഷനിൽ നമുക്ക് കൊടുക്കാം. അതായത് സ്റ്റെപ്പിംഗ് ഇൻ ടു കറേജ് ഈസ് ഈക്വൽ ടു ഡു ഇറ്റ് സ്കെയർഡ്. നമ്മൾ എന്താണോ ഭയപ്പെടുന്നത് ആ ഒരു കാര്യം നമ്മൾ ചെയ്യുക, ഭയപ്പെടാതെ നമ്മളത് ചെയ്യുക. അപ്പോഴാണ് നമുക്ക്, അല്ലെ ഫിയർ മാറിയിട്ട് ചെയ്യാമെന്ന് നമ്മൾ വിചാരിക്കരുത്. അത് നമുക്കൊരു ഇക്വേഷൻ പോലെ ആക്കാം. സ്റ്റെപ്പിംഗ് ഇൻ ടു കറേജ് ഈസ് ഡു ഇറ്റ് സ്കെയർഡ്. എന്ത് ഭയക്കുന്നോ അത് ചെയ്യുക. അതാണ് നമുക്ക് വേണ്ടത്. അവിടെയാണ് നമ്മൾക്ക് എന്താ പറയാ ആ ഒരു കറേജിനെ റീഗെയിൻ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ നമുക്ക് ഇതിനെ കൺക്ലൂഡ് ചെയ്യാം, അല്ലേ? Yes, Okay, fine. do what you are afraid of. Yeah. Do what you are afraid of. നിങ്ങൾ എന്താണോ ഭയക്കുന്നത് അത് നിങ്ങൾ ചെയ്യുക. അതങ്ങ് ചെയ്യുക. യെസ്, അതാണ് സ്റ്റെപ്പിംഗ് ഇൻ ടു കറേജ്. ദെൻ നമ്മൾ അതിന് നമ്മൾ സേഫ് ആണ്. നമ്മൾ അതിന് അപ്പോൾ നമുക്ക് ആ ഭയം മാറിയിട്ട് ചെയ്യുക എന്നുള്ളതല്ല, ബെസ്സി പറഞ്ഞ പോലെ നമ്മൾ അത് ചെയ്യുക. അതെ, ആ ഭയത്തോടു കൂടി തന്നെ ചെയ്യുക. ഭയം വന്നോട്ടെ, അത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ നമ്മൾ അച്ചീവ് ചെയ്യുന്നതിലാണ് നമ്മുടെ ഗ്രേറ്റ്നസ്. അതിനെ എങ്ങനെ ഓവർകം ചെയ്യുന്നതിലാണ് നമ്മുടെ ഗ്രേറ്റ്നസ് ഇരിക്കുന്നത്. അവിടെയാണ് നമ്മൾ സ്റ്റേബിൾ. ഇത് നമ്മൾ സോർട്ട് ചെയ്യും കൂടെ വേണം. ഇപ്പൊ നമുക്ക് നമ്മുടെ ഗ്രോത്തിനെ ബാധിക്കാത്ത ഒരു ഫിയർ ഉണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. നമ്മളെ ഫിയർ സോർട്ട് ചെയ്യുകയും കൂടെ വേണം. നമ്മുടെ മുന്നോട്ടുള്ള ഗ്രോത്തിനെ ബാധിക്കുന്നതിൽ മാത്രം നമ്മൾ ടൈം കൺസ്യൂം ചെയ്ത് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ ഫിയറും ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് കാര്യമില്ല. ചില ഫിയറൊക്കെ ചിലപ്പോൾ നല്ലതിനായിരിക്കും, ചില കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇപ്പൊ കുട്ടിക്കാലത്ത് നമ്മൾ ഇപ്പം വെള്ളത്തിലേക്ക് വീഴരുതെന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് ഒരു വെള്ളത്തിനോടൊരു ഫിയർ വരുന്നുണ്ട്. അത് അതിന്റെ സേഫ്റ്റിക്കാണ്. പക്ഷെ പിന്നീട് വരുമ്പോൾ അത് ഇപ്പോൾ നീന്തേണ്ട സമയം വരുമ്പോൾ നീന്താൻ പറ്റിയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. എന്ന് പറഞ്ഞ പോലെ അത് നമ്മുടെ ഗ്രോത്തിനെ ബാധിക്കുന്നെങ്കിൽ നമ്മൾ അത് റിയലൈസ് ചെയ്യുക, അത് ഓവർകം ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ പോലെ ഫിയർ മാറിയിട്ട് ചെയ്യാൻ നിൽക്കുക എന്നുള്ളത്, സ്റ്റാർട്ട് ചെയ്യുക, ദെൻ അത് ഫിയർ ബ്രേക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ഗ്രാജുവലായിട്ട് ചെയ്യാം. ഓക്കെ,
താങ്ക് യു ഓൾ ബ്യൂട്ടിഫുൾ സോൾസ്. നമ്മുടെ ഇന്നത്തെ സമയം കഴിയാറായി. ഇനി നമുക്ക് ബാക്കി ഗ്രൂപ്പിലൊക്കെ എല്ലാവരും ആക്റ്റീവായാലും നമുക്ക് ഡിസ്കഷൻസ് ഒക്കെ നടത്താം. ഓക്കെ, ലൈവ് സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്.